ആരുമില്ല. അപ്പം എല്ലാവരും ഒറ്റപ്പെടുത്തി. ഇങ്ങനെ ഒരാളുണ്ട്, ആ സമയത്ത് നിങ്ങളെ കൂടെ ഒരാളുണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളെ കൂടെ ആളുണ്ട് പറയുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കൊലപാതകിയായ അമ്മ പറഞ്ഞതാണെന്ന് പറയുന്ന തരം 100 തലക്കെട്ടുകളോടെയാണ് ഒരിക്കൽ കാസർഗോട്ടെ ഷാഹിന വാർത്തകളിൽ നിറഞ്ഞത്. രണ്ടാമത് ഗർഭിണിയായതിലെ നാണക്കേട് കാരണം കുഞ്ഞിനെ കൊന്നുവെന്നായിരുന്നു എല്ലാ വാർത്തകളുടെയും ഉള്ളടക്കം. എന്നാൽ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും കേരള പോലീസിനോട് പറയാത്തത് പറഞ്ഞു വരുത്തിയതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കുക? ഷാഹിനയെ പ്രസവാനന്തര ചോരയോടെ ജയിലിലടക്കാൻ ആർക്കായിരുന്നു ഇത്ര തിടുക്കം? 2020 ഡിസംബർ 15 കാസർഗോഡ് ബദിയൊടുക്ക പോലീസ് സ്റ്റേഷൻ. ക്രൈം നമ്പർ 699/2020, വകുപ്പ് 302. കാസർഗോഡ് നെക്രജെ സ്വദേശി 24-കാരി ഷാഹിന ചേടേക്കൽ സ്വദേശിയായ ഭർത്താവ് ഷാഫിയുടെ വീട്ടിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ഉടൻ ഇയർഫോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് നെരിച്ചു കൊന്നു. ശേഷം തുണിയിൽ പൊതിഞ്ഞ് കട്ടിലിനടിയിൽ ഉപേക്ഷിച്ചു. പെരിനാറ്റൽ സൈക്കോസിന്റെ തീവ്ര നിമിഷങ്ങളിൽ കാര്യങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചില്ല. പ്ലാസന്റ അഥവാ മറുപിള്ള വേർപെടുത്താൻ അറിയാത്ത ഷാഹിനയെ രക്തസ്രാവം നിലയ്ക്കാത്ത നിലയിൽ കണ്ടെത്തിയപ്പോൾ ഭർതൃവീട്ടുകാർ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സ ആരംഭിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ കുഞ്ഞെവിടെ എന്ന ചോദ്യത്തോടെയാണ് കാര്യങ്ങൾ പുറം ലോകമറിയുന്നത്. അല്ല, ഷാഹിന 10 മാസം ഗർഭിണിയായിരുന്നു എന്ന വിവരം പോലും ഭർത്താവ് ഷാഫിയും വീട്ടുകാരും അറിയുന്നത് എന്നായിരുന്നു വാർത്തകൾ. ബദിയൊടുക്ക പോലീസ് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും വ്യാജവാദം അങ്ങനെ തന്നെ വിശ്വസിച്ചെഴുതി പിടിപ്പിച്ചു മാധ്യമങ്ങൾക്കും പകർന്നു. കാസർഗോഡ് ബദിയൊടുക്കയിൽ നവജാത ശിശുവിനെ കഴുത്ത് ധരിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. ഷാഹിന പോലീസിന് മൊഴി നൽകി. മൂത്ത കുട്ടി ജനിച്ചു മാസങ്ങൾക്കിപ്പുറം അടുത്ത കുട്ടി ജനിച്ചതിന്റെ ജാള്യതയാകാം കൊലപാതക കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. എറണാകുളത്ത് ജോലി ചെയ്യുന്ന മാസം തോറും വീട്ടിൽ വരുന്ന ഭർത്താവ് ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല എന്നത് അവിശ്വസനീയമായി തുടർന്നു. വർഷങ്ങൾക്ക് ശേഷം ഷാഹിനയിൽ നിന്ന് തന്നെ സത്യമറിയാൻ ഏറെ പരിശ്രമിച്ചാണ് ന്യൂസ് മലയാളത്തിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ എത്തിച്ചത്. അതെ, സത്യമെന്തായിരുന്നുവെന്ന് ഷാഹിന പറയും. ഷാഹിന ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യം ഷാഫിക്ക് അറിയില്ലായിരുന്നു, ഷാഫിന്റെ ഉമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിരുന്നില്ല മേഡം. അത് വെറുതെ പറഞ്ഞു. ഷാഹിന അവർക്ക് അറിയണ്ടായിരുന്നില്ലേ ശരിക്കും സത്യത്തില്? അറിഞ്ഞില്ല മേഡം. എന്നിട്ട് എന്താ അവരങ്ങനെ പറയാൻ കാരണം? അറിയില്ല. അവരോട് പറഞ്ഞിരുന്നോ ഷാഹിന ഇങ്ങനെ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞു. ഗർഭകാലത്തും പ്രസവകാലത്തും സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്നതിന് പകരം പെരിനാറ്റൽ ഡിപ്രഷനിലേക്കും സൈക്കോസിസിലേക്കും തള്ളിയിടുന്നതിൽ ഒരു പങ്ക് ഭർത്താക്കന്മാർക്കുണ്ട് എന്നാണ് പഠനങ്ങൾ. അമ്മയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു മകൻ ഭാര്യയുടെ ഗർഭത്തെ പാടെ അവഗണിച്ചുവത്രേ. കാരണം ആദ്യത്തെ കുഞ്ഞിന് 3 മാസം മാത്രം ആയതേയുള്ളൂ. അതുകൊണ്ട് അമ്മയോട് വിവരം പറയാൻ ഭയന്ന് ഷാഫി മുങ്ങി എന്ന് പറയുന്നതാവും കൂടുതൽ ചേരുക. കോവിഡ് കാലം കൂടി ആയതിനാൽ മാനസികമായി തകർന്ന ഷാഹിനയെ തേടി ആരോഗ്യ പ്രവർത്തകരും എത്തിയില്ല. ഇക്കാര്യങ്ങളൊന്നും അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നില്ലേ? അവളെടുത്ത് സംസാരിച്ചിരുന്നോ ഷാഹിന? സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചായിരുന്നു. ഒറ്റയ്ക്ക് ചോദിച്ചു. നിങ്ങൾ മാത്രമായിട്ടാണ് ചോദിച്ചായിരുന്നു. അപ്പൊ ഷാഹിന എന്ത് പറഞ്ഞു? ഇല്ല, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ല. ഷാഹിന നിങ്ങളടുത്ത് ഗർഭിണിയാണെന്ന് പറഞ്ഞിരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഭർത്താവും ബന്ധുക്കളും ആവർത്തിച്ചു പറഞ്ഞത് നുണയാണെന്ന് അവിശ്വസിച്ച ബദിയൊടുക്ക പോലീസിന് അന്വേഷണം പിഴച്ചോ? ചോദ്യം ഇന്നും ബാക്കിയാണ്. എങ്കിലും മാനുഷിക പരിഗണന നൽകി ഷാഹിനയെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു പോലീസ് മാറി നിന്നു. പക്ഷേ അപ്പോഴാണ് ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സുഹൃത്തും CPM പ്രാദേശിക നേതാവ് കൂടിയായ ഹനീഫ് ചർലാടുക്കയുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നത്. നിങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നില്ലേ അന്ന്? അതെന്തിനായിരുന്നു?
ഇല്ല, അത് ഇവരെന്നെ എന്നോട് നിർബന്ധിച്ചിട്ട് പറഞ്ഞാണ്. ആര്? ഈ പെണ്ണിന്റെ ഭർത്താവ് ഷാഫിന്നാണ് ചെക്കന്റെ പേര്. 10 മാസം ആവാണ്ട് എന്തായാലും ഒരു 9.5 മാസം പ്രസവിക്കില്ല. അതെ, കറക്റ്റ്. അപ്പോ ഒരു ഏകദേശം 9 മാസം മുമ്പ് ഈ ചെക്കൻ വന്നു. അവര് വീട്ടിൽ വന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, നീ ഓന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. അതെ, ഭാര്യയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോദിക്കുമ്പോൾ പറഞ്ഞു ബന്ധപ്പെട്ടിന്. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്. അയ്യോ, ഈ ചെക്കൻ പറഞ്ഞാണ്. അതെ, മനസ്സിലായി. ഓറിപ്പോ ഓരെന്തൊക്കെയാ ഇല്ലെങ്കിൽ തീർച്ച നമ്മളെ വേറെ ആൾക്കാരെല്ലാം കൂട്ടിയിട്ട്, അതെ, വേറെ ആൾക്കാരെന്ന് നമ്മൾ ഏത് പാർട്ടിക്കാരെല്ലാം കൂട്ടിയിട്ട് അവരുടെ സെറ്റിൽമെന്റ് അവര് പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി, ചെക്കന്റെ വീട്ടിലേക്ക് പോയി. ചെക്കന് വേറെ കല്യാണം കഴിച്ചപ്പോ സമരത്തെ തുടർന്ന് ഷാഹിനയെ അറസ്റ്റ് ചെയ്ത പോലീസ് കണ്ണൂർ ജയിലിലടച്ചു. ജയിലധികൃതർ കുതിരവട്ടത്തെ ചികിത്സ ഉറപ്പാക്കി. ജാമ്യത്തിലിറങ്ങിയതോടെ നിർബന്ധിത വിവാഹമോചനത്തിനും വിധേയായി. അല്ല, അവര് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂട്ടിയിട്ട് പോയതായിരുന്നു സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സാധനം എല്ലാം അവർ കൊടുത്തിട്ടു. ഡിവോഴ്സ് തന്നെ പറഞ്ഞിട്ട് നഷ്ടപരിഹാരം ചോദിക്കുമ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആടുന്ന് ജയിലിൽ നിന്ന് കൊണ്ടുപോയിനി. അത് ഏത് ടൈമിന് എപ്പോൾ എടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അതാ ഫസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് തോന്നുന്നു, എപ്പോന്ന് അറിയില്ല. സംഭവം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ തന്നെ ഷാഫി പുനർവിവാഹിതനായി. എന്തുകൊണ്ടാണ് ഷാഹിനയെ ഒരിക്കൽ പോലും കാണാതെ കേൾക്കാതെ ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നറിയാൻ ഷാഫിയുടെ നാട്ടിലെത്തി നേരിൽ കണ്ടു. 2ാം ഭാര്യ ഗർഭിണിയായതിനാൽ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു വഴിയിൽ നിന്നു. ഡിവോഴ്സാക്കിയെന്ന് വെച്ചാൽ ഇവര് ഒന്ന് റീസൺ പറയുന്നില്ല, എന്തിനു ചെയ്തെന്ന് പറയുന്നില്ല, സത്യമായിട്ടും ഒന്ന് തുറന്ന് പറയുന്നില്ല. അപ്പൊ തുറന്ന് പറയാത്തതുകൊണ്ടാണോ ഡിവോഴ്സ് ആക്കിയത്? തുറന്ന് പറയാത്തല്ല, എന്തുകൊണ്ട് ചെയ്ത് എന്ന് അറിഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറയണ്ടേ, ഞാൻ ഇങ്ങനെ പ്രഗ്നന്റ് ആയി, എൻ്റെ അടുത്ത് പറയണ്ടേ, എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറയണ്ടേ. ഇതിന് മുന്നോട്ട് ഞാൻ എന്ത് വിശ്വസിച്ചു എൻ്റെ കുട്ടീനെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഇങ്ങനെ ചെയ്യൂല എന്ന് തുറക്കും, അല്ലെങ്കിൽ ഞാൻ കിടന്നിട്ടുണ്ടാകുമ്പോൾ എന്നെ കയറ് മുറുകൂല എന്ന് തുറക്കും. അതുകൊണ്ടാണോ ഡിവോഴ്സ്? പേടിച്ചിട്ടാണ്. പോലീസ് സത്യസന്ധമായിട്ടാണ് അത് അന്വേഷിച്ചെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. അല്ലല്ല, പോലീസിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിട്ടില്ല. കാരണം പോലീസ് ആടെ നടന്ന സ്പോട്ടിലുള്ള എവിഡൻസ് എല്ലാം അവർ കളക്ട് ചെയ്തിട്ടുണ്ട്. നുണ പരിശോധന നടത്തിയിട്ടുണ്ടോ ഷാഫിയുടെ? അത് എനിക്ക് അതിനോട് ഒരു ഇല്ല നടത്തിയിട്ടില്ല തോന്നുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ഷാഫി പോലീസ് ചെയ്തത് കറക്റ്റ് ആണെന്ന് നമ്മൾ പറയാ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഷാഫി പറഞ്ഞത് വിശ്വസിച്ചു എന്നല്ലേ? നിങ്ങൾ വിശ്വസിച്ച പോലെ ഷാഫി പറഞ്ഞത് അവരും വിശ്വസിച്ചു എന്നല്ലേ? ഷാഫി പറഞ്ഞ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ കാരണം എന്തില്ലെങ്കിൽ ഇവരും മൗനം പിടിഞ്ഞതാണ് നമ്മളെ പ്രശ്നം. 95% പ്രീപാർട്ടം ആൻഡ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് കേസുകളിലും സംഭവ ദിവസം തന്നെ കാര്യമെന്തെന്ന് പോലും അറിയാതെ ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള ഇണകൾക്കൊപ്പം എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും എന്നായിരുന്നു അവരുടെ മറുചോദ്യം. ഷാഹിനയോടൊപ്പം കഴിയുന്ന ആദ്യ കുഞ്ഞിനെ നോക്കാനാണത്രേ ധൃതി പിടിച്ച് പുനർവിവാഹം ചെയ്തത്. എന്നിട്ടോ വാഹനാപകടത്തിൽപ്പെട്ട് കിടക്കുന്ന 4 വയസ്സുകാരൻ മകനെ താൻ എല്ലാ മാസവും 1000 രൂപ ചെലവിന് കൊടുക്കുന്നത് തന്നെ ധാരാളമാണെന്ന വിചിത്രവാദവും നിരത്തി. ഇപ്പൊ കുഞ്ഞിന് ചെലവിന് കൊടുക്കാണ്ട് പറയാ. ഇപ്പൊ കുഞ്ഞ് ഹോസ്പിറ്റലായിട്ട് 1.5 ലക്ഷം ചെലവായി. 1 രൂപ അവര് കൊടുത്തില്ല. 10,000 രൂപ കൊടുത്തില്ല ആകെ. 2.5 കൊല്ലത്തിനിടയിൽ ആകെ 10,000 രൂപ. ആ, ഇപ്പൊ എങ്ങനെ ജീവിക്കുന്നത്? ഇപ്പൊ എല്ലാരും ഇങ്ങനെ കുറച്ച് തന്ന് ജീവിക്കും. അതുകൊണ്ട് ഞാൻ വേടനോട് പറഞ്ഞു, ഇപ്പൊ 3 വർഷമായില്ല. 3 വർഷമായിട്ട് ആരും ഒരു സഹായം ഉണ്ടായിട്ടാ. സഹായം എന്ന് പറയുന്നത് ഷാഹിനക്ക് ഏത് രീതിയിലായിരുന്നു വേണ്ടിയിരുന്നത്? സാമ്പത്തികമായിട്ട് തന്നെ. ഷാഹിനയെ ഗർഭത്തിലും പ്രസവത്തിലും ജയിലിലും വിവാഹമോചനത്തിലും ഒറ്റപ്പെടുത്താൻ ജാഗ്രത കാണിച്ച ഭർത്താവ് ആദ്യ കുട്ടിയുടെ നിത്യചെലവിന്റെ കാര്യത്തിലും നാട്ടുകാരെ കൂട്ടുപിടിച്ച് കൂടുതൽ ഒറ്റപ്പെടുത്തി. കുറ്റമറ്റ അന്വേഷണം നടത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടോ എന്നതുപോലെ തന്നെ പ്രധാനമാണ് ഒരു പെണ്ണിനെ തള്ളി പറയാൻ മതരാഷ്ട്രീയ കക്ഷികൾ സ്വീകരിച്ച അസാധാരണ നിലപാടുകളും. കാര്യമറിയാതെ ഒരമ്മയെ ജയിലിലടക്കണമെന്നുള്ള വാശിക്കാർക്കൊപ്പം നിന്ന് ധൃതി കൂട്ടിയവർ ഇനിയെങ്കിലും അത്തരം തകൃതികളെല്ലാം മാറ്റിവെച്ച് പുനർവിചിന്തനത്തിന് തയ്യാറാകണം. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.